ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 10-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എക്സാമിന്റെ കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. പൊട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ സംഖ്യകളുടെ മീനും മീഡിയനും, അതായത് മധ്യവും മധ്യമവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനാണെങ്കിലും മീഡിയൻ കണ്ടുപിടിക്കാനാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സംഖ്യകളെ നമുക്കൊന്ന് ഓർഡറിലാക്കി എഴുതണം കേട്ടോ. മീഡിയൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം അതാണ്. അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ഏതായാലും കുഴപ്പമില്ല. ചെറുതിൽ നിന്നും വലുതിലേക്കോ വലുതിൽ നിന്നും ചെറുതിലേക്കോ ആക്കി ഒരു ഓർഡറിൽ അങ്ങ് എഴുതുക. അപ്പൊ അത് എഴുതാലോ. ഇതിൽ ഏറ്റവും ചെറുത് 87, ഞാൻ അത് എഴുതി. രണ്ടാമത് ഏത് വരും? 90. അടുത്തത് 93, അടുത്തത് 96, അടുത്തത് 99 ആൻഡ് ലാസ്റ്റ് 102. നമ്മൾ ആ സംഖ്യകളെല്ലാം ചെറുതിൽ നിന്നും വലുതിലേക്കാക്കി എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് മീൻ കണ്ടുപിടിക്കണം. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരാശരി തന്നെയാണ് കേട്ടോ. മീനും ശരാശരിയും കണ്ടുപിടിക്കുന്നത് ഒരേ രീതിയിലാണ്. എല്ലാവരെയും കൂടെ കൂട്ടുക, അവരുടെ ടോട്ടൽ സംഖ്യയുമായിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മീൻ അല്ലെങ്കിൽ ശരാശരി കിട്ടും. അപ്പൊ ഇങ്ങനെ വലിയ വലിയ സംഖ്യകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? 87-ഉം 90-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ആണ് അല്ലേ. 90-ഉം 93-ഉം തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. 93-ഉം 96-ഉം തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. അപ്പൊ എന്താ മനസ്സിലായേ? എല്ലാ സംഖ്യകളും 3 കൂട്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സംഖ്യകളെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്തതാണ്. തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ വന്നാൽ ഒരേ രീതിയിൽ കൂടുന്ന സംഖ്യകളാവാം, ഒരേ രീതിയിൽ കുറയുന്ന സംഖ്യകളാവാം. ഇതിപ്പോ 3 വീതമല്ലേ കൂടി പോകുന്നേ. അതിങ്ങനെ തുടർച്ചയായ സംഖ്യകൾ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ കൂടുന്ന സംഖ്യകളാണെങ്കിൽ അവരുടെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും. കൂട്ടി നോക്കി സമയം കളയരുത് കേട്ടോ. അപ്പൊ 87, 90, 93, 96, 99, 102 ഈ സംഖ്യകളുടെ ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? മീൻ കിട്ടും. ഓക്കെ, അപ്പൊ മീൻ ഇവിടെ എത്ര വന്നു? ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതൊക്കെയാ? ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. ഇങ്ങോട്ട് 2 സംഖ്യ, അങ്ങോട്ടും 2 സംഖ്യ. അപ്പൊ നടുക്ക് വരുന്ന ആൾക്കാർ ആരാണ്? 93-ഉം 96-ഉം. ഇങ്ങനെ 2 സംഖ്യകൾ നടുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം? 93-നെയും 96-നെയും കൂടെ കൂട്ടുക, 2മായിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ. 1, 2, 3, 4, 5, 6. ആകെ എത്ര ടേം ഉണ്ട് ഇവിടെ? 6 എണ്ണം ഉണ്ട്. ഈ ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന 2 പേരെയും കൂടെ എടുക്കുക, കൂട്ടുക, 2മായിട്ട് ഹരിക്കുക. നേരെ മറിച്ച് എനിക്കിവിടെ 5 സംഖ്യകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെക്കുക. 5 എണ്ണം ആണെങ്കിൽ നമുക്ക് 3ാമത് കിടക്കുന്ന സംഖ്യയായിരിക്കും മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. അത് നേരെ അങ്ങ് എഴുതി കൊടുത്താൽ ഉത്തരമായി. ഓക്കെ, അപ്പൊ ഇത് കൂട്ടിക്കോ. 6ഉം 3ഉം 9, 9, 9, 18, 189/2 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഹരിച്ചു നോക്കി സമയം കളഞ്ഞൊന്നും വേണ്ട, അതവിടെ കിടന്നോട്ടെ, ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി അടുത്തത് മീഡിയൻ കാണണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നമ്പറുകളെ നമ്മൾ ചെറുതിൽ നിന്നും വലുതിലേക്കോ വലുതിൽ നിന്നും ചെറുതിലേക്കോ എഴുതുക. അങ്ങനെ എഴുതി വരുമ്പോൾ ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യ, മിഡിൽ നമ്പർ ഏതാണോ അതാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നടുക്ക് കിടക്കുന്ന സംഖ്യയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതൊക്കെയാ? 93-ഉം 96-ഉമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവരെ തമ്മിൽ കൂട്ടണം, 2മായിട്ട് ഹരിക്കണം. 2 സംഖ്യ വന്നാൽ അവരെ തമ്മിൽ കൂട്ടുക, 2മായിട്ട് ഹരിക്കുക. ഒറ്റ സംഖ്യ ഉള്ളെങ്കിൽ അതിനെ നേരിട്ട് എടുത്തങ്ങ് എഴുതാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 93 + 96/2 ഇത് തന്നെയല്ലേ വരുന്നേ? 189/2 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മീനും മീഡിയനും കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 189/2 പ്ലസ് 189/2 189/2 പ്ലസ് 189/2 2 സംഖ്യകളുടെയും പകുതി എടുത്ത് കൂട്ടിയാൽ ആ സംഖ്യ തന്നെയായിരിക്കും കിട്ടുക കേട്ടോ. 189 തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്നത്. ഇവരെ തമ്മിൽ കൂട്ടുക, 2മായിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സംഖ്യയുടെ പകുതി എടുക്കുക. അപ്പൊ ഇതിന്റെ പകുതി കിട്ടി. ഈ സംഖ്യയുടെയും പകുതി എടുത്തു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? പകുതി കിട്ടി. പകുതികൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കി ഒന്ന് ഹരിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 189 എന്നാണ് നമുക്കിവിടെ
കിട്ടിയത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. മീൻ കാണാൻ പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, നമ്മൾ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി കാണാൻ എന്ത് ചെയ്യണം? എല്ലാവരെയും കൂടെ കൂട്ടുക, ബൈ എന്താണ് എത്ര സംഖ്യയുണ്ടോ അത്രയും നമ്പേഴ്സുമായിട്ട് ഹരിക്കുക. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവർ ഒരേ രീതിയിലാണ് കൂടുന്നത്. +3 ചെയ്താണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരേ രീതിയിൽ കൂടുന്ന സംഖ്യകളോ അല്ലെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ 51, 52, 53, 54 അങ്ങനെ വരുന്ന തുടർച്ചയായ സംഖ്യകളോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവരുടെ മീൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? നടുക്ക് കിടക്കുന്ന സംഖ്യ എടുത്ത് എഴുതുക. പക്ഷെ ഇവിടെ 6 സംഖ്യകൾ വന്നുകൊണ്ട് നടുക്ക് 2 സംഖ്യ വരും. അപ്പൊ അവരെ തമ്മിൽ കൂട്ടുക, 2ഉമായിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. മീഡിയൻ കാണാൻ വേണ്ടി ഇതുപോലെ നമ്മൾ സംഖ്യകളെ ആദ്യം ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുത്, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഏറ്റവും നടുക്ക് കിടക്കുന്ന സംഖ്യയാണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നടുക്ക് കിടക്കുന്ന സംഖ്യ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവരെ തമ്മിൽ കൂട്ടി 2ഉമായിട്ട് ഹരിച്ചു. ഇനി അവർ തമ്മിലുള്ള എന്താണ് തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടുക, ഉത്തരം എത്ര വരും? 189 എന്ന് കിട്ടും. ആൻസർ നോക്കിയാലോ? ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 189. അടുത്ത ചോദ്യം, ഒരാൾ ഒരു തുക 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു വർഷത്തേക്കാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ കൂട്ടുപലിശ ആയാലും സാധാരണ പലിശ ആണെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തുല്യമായിരിക്കും. ഒരു വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പലിശയായി 1600 രൂപ വന്നത് അയാൾ അറിഞ്ഞു. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പലിശയായി എത്ര രൂപ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ പലിശ കിട്ടി? 1600 രൂപ പലിശ കിട്ടി. 1600 രൂപ പലിശ കിട്ടി. ഇനി 1600 എന്ന് പറയുന്നത് ഏതോ ഒരു തുകയുടെ 10%. മനസ്സിലായോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10% പലിശ നിരക്ക്. അതായത് ഞാൻ ബാങ്കിൽ ഒരു തുക കൊണ്ടുപോയി ഇട്ടു, ആ തുകയുടെ 10% എനിക്ക് എന്ത് കിട്ടും? പലിശയായിട്ട് കിട്ടും. അപ്പൊ ആ തുകയുടെ 10% എനിക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. അപ്പൊ ഏതൊരു തുകയുടെയും 10% കണ്ടുപിടിക്കാൻ ആ തുകയെ 10ഉമായിട്ട് ഹരിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഇനി അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നോക്കിക്കോ, ഈ 10/100നെ തൊട്ടപ്പുറത്തോട്ട് വിട്ടേ. അപ്പൊ എന്താവും? 1600 ഗുണം 100 മുകളിലേക്ക് പോകും, ബൈ 10 താഴേക്കും വരും. കണ്ടോ? ഇനി വെട്ടാലോ? ഈ 0വും കൂടെ വെട്ടിക്കളയുക. 1600 ഗുണം 10 എത്ര വന്നു? 16000 എന്ന് വന്നു. അപ്പൊ നമ്മളുടെ എക്സിന്റെ വില എത്രയാണ്? 16000. 16000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ആ 16000 രൂപയ്ക്ക് ആദ്യത്തെ വർഷം 10% പലിശ, അപ്പൊ അതിന്റെ 10% ആയിരിക്കും എനിക്ക് പലിശയായിട്ട് കിട്ടുക. അപ്പൊ 1600 രൂപ കിട്ടി. രണ്ടാമത്തെ വർഷം, തൊട്ടടുത്ത വർഷമാകുമ്പോൾ എന്ത് പറ്റും? നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ നിക്ഷേപിച്ച തുകയോടൊപ്പം ഈ പലിശയും കൂടെ കൂട്ടണം. ഓക്കെ, സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, തുക തന്നെയാണ് കൂടിക്കൂടി മീൻസ് ഈ സെയിം തുക വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ അവിടെ പലിശയ്ക്ക് വലിയ റോളൊന്നുമില്ല, എല്ലാ വർഷവും ഒരേ പലിശയായിരിക്കും കിട്ടുന്നത്. അതേസമയം കൂട്ടുപലിശ അങ്ങനെയല്ല, നമ്മുടെ നിക്ഷേപിച്ച തുകയോടൊപ്പം ഓരോ വർഷവും എന്ത് ചെയ്യും? ഈ പലിശയും കൂടെ കൂടും. എന്നിട്ട് അതിന്റെ 10% ആയിരിക്കും നമുക്ക് അടുത്ത വർഷത്തെ പലിശ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ 100 രൂപ ബാങ്കിൽ കൊണ്ടിട്ടു, 100 രൂപയിൽ എനിക്ക് 10 രൂപ പലിശ കിട്ടി. അടുത്ത വർഷം ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ 110 രൂപയുടെ 10% ആയിരിക്കും എനിക്ക് പലിശ കിട്ടുന്നത്. അതിന്റെ അടുത്ത വർഷമോ ഈ പുതിയ തുകയും കൂടെ കൂടും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ 110ന്റെ 10 11 രൂപയാണ് എനിക്ക് പലിശ കിട്ടിയത്. അടുത്ത വർഷം ആകുമ്പോഴോ 110 + 11 കൂടെ ചെയ്യുക, അപ്പൊ 121 കിട്ടി. 121ന്റെ 10% ആയിരിക്കും എനിക്ക് പലിശ കിട്ടുക. അങ്ങനെയാണ് കൂട്ടുപലിശയുടെ കണക്ക് പോകുന്നത് കേട്ടോ. ഓരോ വർഷവും നമ്മുടെ പലിശയും കൂടെ തുകയോടൊപ്പം കൂട്ടണം, അതിന്റെ റേറ്റ് പെർസെൻറ്റേജുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര രൂപ പലിശ കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 16000ന്റെ കൂടെ എന്ത് ചെയ്യണം? 1600 കൂടെ കൂട്ടണം. അപ്പൊ 16000 + 1600 ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 17600 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 16000ത്തിനോട് 1000 കൂട്ടുമ്പോൾ 17000 ആയി. ഒരു 600 അവിടെ ബാക്കിയുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തു. സോ 17600 ആണ് നമ്മളുടെ രണ്ടാമത്തെ വർഷത്തെ തുക എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 17600 ആണ്. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം?
10%. അതിൻ്റെ 10% നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന പലിശ. അപ്പം ഇതിൻ്റെ 10% കണ്ടുപിടിച്ചാൽ മതി. ഇതേ കണ്ടുപിടിച്ചോ. ആ തുകയോടൊപ്പം 10/100 ഗുണിക്കുക. ഇതേ 0 വെട്ടിപ്പോയി, ഈ പൂജ്യവും വെട്ടിപ്പോയി. 1760. ഇവിടെ ഒരു 0 ഇല്ലേ? അപ്പം എത്ര രൂപ കിട്ടി? 1760 രൂപ എന്ന് കിട്ടി. കണ്ടോ? 1760 രൂപയാണ് നമുക്ക് അടുത്ത വർഷം കിട്ടുന്ന പലിശ. കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതൊരു എമൗണ്ടിൻ്റെയും റേറ്റ് ശതമാനവുമായിട്ട് ഗുണിച്ചാൽ ഒരു വർഷത്തേക്കുള്ള പലിശ കിട്ടും. ഓക്കെ, ഒരു വർഷത്തേക്ക്. 2 വർഷമാണെങ്കിൽ നമ്മൾ വർഷം കൂടെ അവിടെ ഗുണിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ നിക്ഷേപിച്ച തുക നമുക്കറിയില്ല. അതിൻ്റെ 10% 1600 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിക്ഷേപിച്ച തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഓരോ വർഷം കഴിയുന്തോറും തുകയോടൊപ്പം പലിശയും കൂടെ കൂട്ടണം. എന്നിട്ട് അതിൻ്റെയാണ് 10% കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 17,600 തന്നെ കിട്ടി. അതിൻ്റെ 10% കണ്ടുപിടിച്ചു. അപ്പം എത്ര കിട്ടി? 1760 എന്ന് കിട്ടി. മനസ്സിലായോ? ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി 1760. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു പിക്ചർ ചോദ്യമാണ് അല്ലേ? അപ്പം നമുക്കിത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. സർക്കിൾ എന്ന് പറയുന്നത് സർക്കാർ ജോലിക്കാരാണ്, ട്രയാങ്കിൾ എന്ന് പറയുന്നത് കൃഷിക്കാരാണ്, അതുപോലെ തന്നെ സ്ക്വയർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് കൃഷിക്കാരല്ലാത്ത എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാ കൃഷിക്കാർ വരുന്നത്? ഈ ട്രയാങ്കിളിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം കൃഷിക്കാരാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ നോക്കാൻ പാടില്ല. കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിക്കാർ ആരൊക്കെയാ? ഈ പെട്ടിക്കകത്ത് റൗണ്ടിന് സർക്കിളിനകത്ത് വരുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ ഈ വട്ടത്തിനകത്ത് വരുന്നവരെല്ലാം സർക്കാർ ജോലിക്കാരാണ്. ഇനി സർക്കാർ ജോലിയുള്ള എത്ര പുരുഷന്മാരുണ്ടെന്ന് കണ്ടെത്തുക. പുരുഷന്മാർ എവിടെ മാത്രമേ ഉള്ളൂ? ദേ ഈ സ്ക്വയറിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുരുഷന്മാരും ആയിരിക്കണം, വട്ടത്തിനകത്തും വരണം. അപ്പൊ ഏതേ വരുള്ളൂ? 2 മാത്രമേ വരികയുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 2 എന്ന് വന്നു. കണ്ടോ? അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? പുരുഷന്മാരായിട്ടുള്ള സർക്കാർ ജോലിക്കാരുടെ എണ്ണമാണ് 2. അപ്പം നമ്മുടെ ഉത്തരം 2. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് കേട്ടോ. പക്ഷെ നമ്മളത് അനലൈസ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇതെല്ലാം SSCയുടെ പാറ്റേൺ ആണ് കേട്ടോ. SSCയിൽ നിന്നും PSC അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മുടെ കോഡിങ് ഡീകോഡിങ് എന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? A എന്ന് പറയുന്നത് C ആയി. അപ്പം എന്ത് ചെയ്തു? +2 ചെയ്തു. A കഴിഞ്ഞാൽ BC. ഇനി 3നെ 2 ആക്കാൻ എന്ത് ചെയ്യണം? -1 ചെയ്യണം. 5നെ 6 ആക്കാൻ +1 ചെയ്യണം. Bയെ D ആക്കാൻ +2, Cനെ E ആക്കാനും +2 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇതേപോലെ തന്നെ അടുത്തതിനെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ Pനെ എന്ത് ചെയ്യണം? +2 ചെയ്യുക. P കഴിഞ്ഞാൽ Qന് ശേഷം 6 എന്ന് കിട്ടി. ക്യൂവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? +2 ചെയ്യണം. കാരണം എന്താ? ആൽഫബറ്റുകളുടെ കൂടെ എല്ലാം +2 ആണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ Q കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ S വരും. F കഴിഞ്ഞ് +2, F കഴിഞ്ഞാൽ G, H ആണ് വരിക. അപ്പൊ അതേ നമുക്ക് ഔട്ട്ലൈൻ കിട്ടി. നമ്പർ കൂടെ ഫില്ല് ചെയ്താൽ മതി. ആദ്യത്തെ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. രണ്ടാമത്തെ സംഖ്യയോടൊപ്പം 1 കൂട്ടുക. 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? R59SH എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു സിംപ്ലിഫിക്കേഷൻ ചോദ്യമാണ് അല്ലേ? നമുക്കിത് സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. 12നെ 2 വെച്ച് ഹരിച്ചാൽ 6 എന്ന് കിട്ടും. പിന്നെ ഗുണനം ചെയ്യണം. 13 ഗുണം 3 39 ആണ്. 10നെ 47 ഒന്നും ചെയ്യരുത്, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇനി 35 ഗുണം 2, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. ഹരണം ചെയ്തു. പിന്നെ എവിടെയെല്ലാം ഗുണനമുണ്ടോ അത് ചെയ്യുക. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ചെയ്തു, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യണം. 35 ഗുണം 2 എത്ര വന്നു? 70 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. കൂട്ടാനുള്ളവരെ എല്ലാം കൂടെ കൂട്ടുക. മൈനസ് വന്നിരിക്കുന്നവരെ എല്ലാവരെയും തമ്മിലും കൂട്ടണം. പ്ലസും മൈനസും വന്നാൽ കുറയ്ക്കണം. അതാണ് നമ്മുടെ റൂള്. അപ്പൊ മൈനസുകാർ ആരൊക്കെയാ? ഇവിടെ ഒരു 47 ഉണ്ട്, ഇവിടെ ഒരു 39 ഉണ്ട്. കൂട്ടിക്കോ. ഇവിടെ ഒരു 70 ഉണ്ട്, ഇവിടെ ഒരു +10 ഉണ്ട്, ഇവിടെ ഒരു +6 ഉണ്ട്. ഇനി മൈനസുകാരെല്ലാം ഒരുമിച്ച് എഴുതിക്കോ. -47 -39. 70ഉം 10ഉം 80, 80ഉം 6ഉം 86 എന്ന് എഴുതി. 47ഉം 39ഉം 40ഉം 30ഉം 70 ആണ്.
പിന്നെ 9ഉം 7ഉം കൂടെ കൂട്ടിയാൽ 16 എന്ന് വരും. അപ്പൊ 70 + 16 86 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി രണ്ടുപേരും മൈനസ് ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. രണ്ടുപേര് പ്ലസ് ആണെങ്കിൽ ഉത്തരം പ്ലസ്, രണ്ടുപേര് മൈനസ് ആണെങ്കിൽ ഉത്തരം മൈനസ്. ഒരാൾ പ്ലസും ഒരാൾ മൈനസും വന്നാൽ വലിയ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ വേണം ഇട്ടുകൊടുക്കാൻ. വലിയ സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും, വലിയ സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി? 86 - 86 നമ്മുടെ ഉത്തരം എത്ര വന്നു? 0 എന്ന് കിട്ടി. ഓക്കെ, 0 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, അപ്പുവും അമ്മുവും ഇരട്ടകളാണ്. അപ്പൊ ദേ അപ്പുവിനെ നമ്മൾ എഴുതി കൊടുത്തു, അമ്മുവിനെ എഴുതി കൊടുത്തു. അപ്പുവും അമ്മുവും എന്താണ്? ഇരട്ടകളാണ്. ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പ്രായം തുല്യമായിരിക്കും. ഒരാൾ X ആണെങ്കിൽ മറ്റേ ആളും X തന്നെ ആയിരിക്കും. അപ്പുവിന്റെ വയസ്സിനെ അമ്മുവിന്റെ വയസ്സ് കൊണ്ട് ഗുണിച്ചാൽ, അപ്പുവിന്റെ വയസ്സ് എന്താണ്? X ആണ് അല്ലെ. അതിനെ അമ്മുവിന്റെ വയസ്സ് കൊണ്ട് ഗുണിക്കുക. അമ്മുവിന്റെ വയസ്സ് എത്ര തന്നെയാണ്? X തന്നെയാണ്. ഗുണിച്ചാൽ അപ്പുവിന്റെ വയസ്സിന്റെ 4 മടങ്ങിൽ നിന്നും, അപ്പുവിന്റെ വയസ്സ് എത്രയാ? X, അതിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. മനസ്സിലായോ? അപ്പുവിന്റെ വയസ്സിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. 4 മടങ്ങിൽ നിന്ന് 4 കുറച്ചത് കിട്ടും. 4 മടങ്ങിൽ നിന്നും 4 കുറച്ചോ? 4x - 4 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് രണ്ടുപേരുടെയും പ്രായങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ അപ്പുവിന്റെ വയസ്സിനോട് 4 മടങ്ങിൽ നിന്നും 4 കുറച്ചത് കിട്ടും. അതായത് ഇത് ഈക്വൽ ടു ആണെന്ന് മനസ്സിലായി. കണ്ടോ? ഇനി എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. അമ്മുവിന്റെ വയസ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മുവിന്റെ വയസ്സും അപ്പുവിന്റെ വയസ്സും X ആയതുകൊണ്ട് Xന്റെ വില കണ്ടുപിടിച്ചാൽ മതി, ഉത്തരം കിട്ടും. ചെയ്യാലോ? X × X എത്ര വരും? x². ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 4x - 4 എന്ന് തന്നെ എഴുതി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്തൊക്കെ ഉത്തരം കണ്ടുപിടിക്കാം. അത്രയൊന്നും മെനക്കെടണ്ട, നേരെ ഓപ്ഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഏതാ തന്നിരിക്കുന്നേ? ഒന്നാമത്തെ ഓപ്ഷനാണ് 2. എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തേ. 2ന്റെ വർഗം എന്ന് പറയുന്നത് 4 × 2 8 - 4. 2ന്റെ വർഗം എത്രയാണ്? 4 ആണ്. 8ൽ നിന്നും 4 കുറച്ചാൽ 4 എന്ന് കിട്ടി. രണ്ട് സൈഡും തുല്യമായി വന്നു. അതായത് നമ്മുടെ ഉത്തരം എത്രയാണ്? 2 ആണ്. കണ്ടോ? 2 കിട്ടിയില്ലായിരുന്നെങ്കിലോ അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വന്നു? ഓപ്ഷൻ A 2 എന്ന് കിട്ടി. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മുടെ അർത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണികളിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു അല്ലെ. 12, 18, 24 എക്സെട്ര എന്നീ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. A1, A2, A3 അങ്ങനെ A20 വരെയുള്ള പദങ്ങളുടെയും പിന്നെ A21, A22, A23 അങ്ങനെ തുടങ്ങി A40 വരെയുള്ള പദങ്ങളുടെയും തുക കണ്ടുപിടിക്കുക. A21 തൊട്ട് A40 വരെയുള്ള പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിക്കും. A1 മുതൽ 20 വരെയുള്ള പദങ്ങളുടെ തുകയും നമ്മൾ കണ്ടുപിടിക്കും. അവർ തമ്മിലുള്ള വ്യത്യാസം കാണുക. അതാണ് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള എളുപ്പ വഴിയുണ്ട്, പറഞ്ഞു തരാം. പൊതുവെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നോക്കിക്കേ, A1നെ എനിക്ക് A21 ആക്കാൻ, അതായത് ഒന്നാമത്തെ പദത്തിൽ നിന്നും 21ാമത്തെ പദം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ പദത്തിനോടൊപ്പം ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാമത്തെ പദം കിട്ടും. ഒന്നാമത്തെ പദത്തിനോടൊപ്പം 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാമത്തെ പദം കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാമത്തെ പദം, 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാമത്തെ പദം. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പദത്തിനോടൊപ്പം 20 തവണ പൊതുവ്യത്യാസം കൂട്ടണം. മനസ്സിലായോ? ഒന്നാമത്തെ പദത്തിനോടൊപ്പം 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 21ാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പദത്തിനോടൊപ്പവും 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് 22ാമത്തെ പദം കിട്ടും. മൂന്നാമത്തെ പദത്തിനോടൊപ്പം 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് 23ാമത്തെ പദം കിട്ടും. മനസ്സിലായോ? അപ്പൊ ഓരോ പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20D ആണ്. ഓരോ പദങ്ങളും അവരവരുടെ താഴെ കിടക്കുന്ന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20D ആണ്. D എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇനി നമ്മുടെ ചോദ്യത്തിലെ പൊതുവ്യത്യാസം എത്രയാ?
12ന്റെ കൂടെ 6 കൂട്ടിയാൽ 18, 18ന്റെ കൂടെ 6 കൂട്ടിയാൽ 24. പൊതുവ്യത്യാസം ഇവിടെ എത്ര വന്നു? 6 വന്നു. അപ്പൊ 20D എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ഗുണം 6 ചെയ്യുക, അതായത് 120 ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവർ തമ്മിലുള്ള ഓരോ പദങ്ങളും അവരുടെ നേരെ താഴെ കിടക്കുന്ന സംഖ്യയുമായിട്ടുള്ള വ്യത്യാസം എത്രയാണ്? 120 ആണ്. ഇനി A20ഉം A40ഉം തമ്മിലുള്ള വ്യത്യാസവും അപ്പൊ എന്ത് തന്നെയാണ്? 20D ആണ്. കാര്യം മനസ്സിലായോ? 20നെ എനിക്ക് 40 ആക്കാൻ അതിനോടൊപ്പം 20D കൂട്ടിയാൽ മതി. അപ്പൊ എല്ലാം തമ്മിലുള്ള വ്യത്യാസം 20D ആണ് നമുക്ക് മനസ്സിലായി. ഓരോ പദങ്ങളും അവരുടെ തൊട്ട് താഴെ കിടക്കുന്ന പദവുമായിട്ടുള്ള വ്യത്യാസം 20D ആണ്. അങ്ങനെ എത്ര 20D ഇവിടെ വരും? 1, 2, 3, 4, 5 അങ്ങനെ 20 തവണ 20D അവിടെ വരുന്നുണ്ട്. കാരണം എന്താ? ഒന്നാമത്തെ പദം തൊട്ട് 20ാമത്തെ പദം വരെയാണ് അവിടെ ഉള്ളത്. അപ്പൊ 1 തൊട്ട് 20 വരെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവരുടെ നേരെ താഴെ ആരുണ്ട്? 21 തൊട്ട് 40 വരെയുള്ള ആൾക്കാരും കിടപ്പുണ്ട്. അപ്പോൾ ഓരോ പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അവർ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. ശരിയല്ലേ? ഞാനിപ്പോൾ ഇവരുടെ എല്ലാവരുടെയും തുക കണ്ടുപിടിച്ചു, ഇവരുടെ എല്ലാവരുടെയും തുക കണ്ടുപിടിച്ചു. അത് തമ്മിൽ കുറയ്ക്കുക എന്ന് പറയുന്നതും ഓരോ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടുക എന്ന് പറയുന്നതും തുല്യമാണ് കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ 20ഉം 40ഉം എല്ലാം കണ്ടുപിടിക്കണം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, തുക കണ്ടുപിടിക്കണം, കുറയ്ക്കണം. അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടെ സിമ്പിളായി തോന്നിയതുകൊണ്ട് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്ര തവണയാണ് ഇവിടെ 120 വരുന്നേ? 1, 2, 3, 4 അങ്ങനെ 20 തവണ 120 വരുന്നുണ്ട്. അപ്പൊ 20D എന്ന് പറയുന്നത് 120ന് തുല്യമാണ് കേട്ടോ. അപ്പൊ എത്ര തവണ 120 വരും? 20 തവണ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 20 ഗുണം 120 ചെയ്താൽ മതി. 120ന് 20 തവണ കൂട്ടുക, അതായത് 20 വെച്ച് 120നെ എന്ത് ചെയ്യണം? ഗുണിക്കണം. 12 ഗുണം 2 24, 2 0 ഇവിടെ കിടപ്പുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 2400 എന്ന് വന്നു. കണ്ടോ? 2 തവണ ഈ ചോദ്യം ചെയ്യണം കേട്ടോ, എങ്കിലേ അത് ക്ലിയർ ആവത്തുള്ളൂ. അടുത്ത ചോദ്യം. വേണു തിരക്കിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സമീപത്ത് നിന്ന് അനുജനോട് അയാൾ സമയം നോക്കാൻ ആവശ്യപ്പെട്ടു. കുസൃതിയായ അനുജൻ വേണു മുഖം നോക്കിയ നീലക്കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കി പറഞ്ഞത് സമയം 8:15 എന്നാണ്. ഓക്കെ, സമയം എത്രയായി? 8:15, 8:15. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ വേണു പിന്നിൽ ഭിത്തിയിൽ കണ്ട ക്ലോക്കിലേക്ക് നോക്കി. അപ്പോൾ അയാൾ കണ്ട യഥാർത്ഥ സമയം എത്രയായിരുന്നു? പ്രതിബിംബം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാ? മിറർ, ഒരു സമയം തന്നിട്ട് അതിന്റെ പ്രതിബിംബം അല്ലെങ്കിൽ അതിന്റെ മിറർ ഇമേജ് സമയം എത്രയാണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സമയത്തിനെ 11:60 നിന്നും കുറയ്ക്കുക. തന്നിരിക്കുന്ന സമയത്തിനെ 11:60 നിന്നും കുറയ്ക്കുക. 11 മണിക്കൂറും 60 മിനിറ്റുമാണ് 12 മണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെഫറൻസ് ടൈം എത്രയായിരിക്കും? 12 മണിയായിരിക്കും. അപ്പൊ 11:60 നിന്നും കുറച്ചോ? 10ൽ നിന്നും 5 പോയാൽ 5, 5ൽ നിന്നും 1 പോയാൽ 4, 11ൽ നിന്നും 8 പോയാൽ 3. അപ്പൊ സമയം എത്രയായി? 3:45. ഓക്കെ, ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ ആണ്. ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഒരു സമചതുരം ഉണ്ട് കേട്ടോ. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 32 ആണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 4 വശങ്ങളും കൂടെ കൂട്ടുന്നത്. സമചതുരം ആകുമ്പോൾ എല്ലാ വശവും എന്താണ്? A ആണ്. അപ്പൊ 4 വശങ്ങളും കൂടെ കൂട്ടിയാൽ 4A എന്ന് കിട്ടും. 4A എന്തിന് സമമാണ്? 32ന് സമമാണ്. അപ്പൊ എയുടെ വില എത്ര വരും? വെട്ടാലോ. 32നെ 4ഉമായിട്ട് വെട്ടുക, 8 എന്ന് കിട്ടി. അപ്പൊ എയുടെ വില എത്രയാണ്? 8 ആണ്. ഒരു വശം നമുക്ക് 8 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് സമഷഡ്ഭുജത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയണം. അത് അറിയുവാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സമഷഡ്ഭുജത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് 3√3/2a². സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് 3√3/2a². A
എയുടെ വില നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 8 ആണ്. അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 3√3/2 ഇൻറ്റു 8 ഗുണം 8 എന്ന് എഴുതാം. വെട്ടാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. 2ഉം 8ഉം കൂടെ വെട്ടാലോ? 4 എന്ന് കിട്ടി. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പം 4ഉം 3ഉം 12. 12 ഗുണം 8 ചെയ്യുക. 12 ഗുണം 8 എത്രയാണ്? 96 എന്ന് വരും അല്ലേ? അപ്പൊ 96√3 ആണ് നമ്മളുടെ ഉത്തരം. കണ്ടോ? 96√3 ആണ് ആൻസർ വരിക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 96√3 cm² എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. ലഘൂകരിക്കുക അല്ലെ. നമുക്ക് 4 ഫ്രാക്ഷൻ തന്നിട്ട് അവരെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഹരിക്കാനും ഗുണിക്കാനും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഈ മൈനസ് വന്നിരിക്കുന്നവരെല്ലാവരും അങ്ങ് കളഞ്ഞേക്കണേ. അപ്പൊ ഇവിടെ ഒരു -4 ഉണ്ട്. -4നെ എനിക്ക് +4 ആക്കാൻ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സംഖ്യയെ നേരെ തിരിച്ചെഴുതിയാൽ മതി. അപ്പൊ 4/3 എന്തായിട്ട് മാറും? 3/4 ആയിട്ട് മാറും. ഓക്കെ, നമ്മളുടെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അകത്ത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയെ തലതിരിച്ച് എഴുതുക. ഓക്കെ, അതിന്റെ എന്താണ് റെസിപ്രോക്കൽ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പവർ പോസിറ്റീവ് ആക്കാം. അപ്പൊ ഞാൻ 4/3നെ 3/4 എന്ന് എഴുതിയപ്പോൾ എന്റെ പവർ എന്തായിട്ട് മാറി? +4 ആയിട്ട് മാറി. അടുത്ത സ്റ്റെപ്പ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെ കിടക്കുന്നവരെല്ലാം മേളിലേക്ക് വിടാമല്ലോ. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ അതിനു മുന്നേ ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തോ. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റിന്റെ പുറത്തൊരു 6 കിടപ്പുണ്ട്. അതായത് 2 സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യണം? 6 എന്ന് പവർ ഇട്ട് കൊടുക്കണം. ഇവിടെ 4 ആണ് പവർ. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2 സംഖ്യകൾക്കും 4 എന്ന് പവർ ഇട്ട് കൊടുക്കുക. ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാലോ. ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് 5 ആണ്. അതായത് 5/5 ചെയ്യണം, 6/5 ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് 4 ആണ്. അതായത് 3/4, 4/4. 2 പേർക്ക് നമ്മൾ ഇട്ട് കൊടുത്തു പവർ. ഇനി എന്ത് ചെയ്യാം? നേരെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനത്തിനെ മുകളിലേക്ക് വിടാം. ഹരണത്തിൽ കിടക്കുന്ന ഭിന്നസംഖ്യയെ ഗുണനമാക്കി വിടണമെങ്കിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എന്ത് ചെയ്യണം? തല തിരിച്ചെഴുതുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഹരണം എടുത്ത് മാറ്റി ഗുണനമാക്കാൻ പോവാം. അപ്പൊ 5/6 എന്തായിട്ട് മാറും? 6/5 ആയിട്ട് മാറും. പവറുകൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പവർ അവിടെ തന്നെ ഉണ്ട്. ഇൻറ്റു ഈ 3/4 എന്തായിട്ട് മാറും? 4/3 ആയിട്ട് മാറും. അതിൻ്റെയും പവറുകൾ അവിടെ ഉണ്ട്, അതിട്ട് കൊടുക്കാൻ മറക്കരുത്. കണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നേരെ ഡിനോമിനേറ്ററിൽ കിടന്ന ആൾക്കാരെ എടുത്ത് മുകളിലേക്ക് വിട്ടു. ഹരണത്തിൽ കിടന്നതിനെ ഗുണനമാക്കി വിട്ടു. വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഫ്രാക്ഷൻസ് എന്നുള്ള ക്ലാസ് കാണണേ. ഇതിന്റെ ബേസിക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അടുത്ത നോക്കിക്കേ, വെട്ടാൻ പറ്റുന്ന എല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇവിടെ 5 തവണ 5 ഉണ്ട്. ഇവിടെ 6 തവണ 5 ഉണ്ട് ആണല്ലോ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ പവർ അങ്ങ് വെട്ടിക്കളയത്തില്ലേ? 5 തവണ 5 ഉണ്ടെങ്കിൽ 5/5 ഇൻറ്റു ഒരെണ്ണം കൂടെ അവിടെ എക്സ്ട്രാ ഉണ്ട്. കാരണം ആകെ 6 പേരുണ്ടായിരുന്നു. 5 + 1 6. അപ്പൊ ഈ 5/5നെയും ഈ 5/5നെ എനിക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയാം. അവിടെ ഒരു 5 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ 3/4, ഇവിടെ 3/4. രണ്ടും വെട്ടിക്കളയാലോ. ഇവിടെ 4/4, ഇവിടെ 4/4. വെട്ടിക്കളയാലോ. ഇവിടെ 5 തവണയാണ് 6 വരുന്നത്. ഇവിടെയോ 6 തവണ. അതായത് 6/5 ഇൻറ്റു 6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 5 + 1 നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഈ 6/5നെയും 6/5നെയും വെട്ടിക്കളയാം. ഇനി എന്തേ ബാക്കിയുള്ളൂ? ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ 6/5 എന്ന് കിട്ടി. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടാൻ എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിരത്തി എഴുതി വെട്ടണം കേട്ടോ. അതായത് 5/5 എന്ന് പറഞ്ഞാൽ 5 ഗുണം 5 ഗുണം 5 ഗുണം അങ്ങനെ അങ്ങ് എഴുതിക്കും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഇങ്ങനെ വെട്ടാൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് വെട്ടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒരേ സംഖ്യയാണ് പവറെങ്കിൽ നമ്മൾ അവരെ ഗുണിച്ച് കിട്ടുന്ന തുകയും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ 5/5 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ 5/5നെ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് വെട്ടാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇതുപോലെ എടുത്തെടുത്ത് തന്നെത്താനെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കണം കേട്ടോ. കാരണം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പം അതുകൊണ്ട് അത് തറവാക്കി വെക്കുക.
അപ്പോൾ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന 10 ചോദ്യങ്ങളും 1-2 ചോദ്യം ഇച്ചിരി ട്രിക്കി ആയിരുന്നു. നമ്മുടെ ആ സമഷഡ്ഭുജമൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത ചോദ്യമായിരുന്നു. ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ലായിരുന്നു കേട്ടോ. നമ്മുടെ സമാന്തര ശ്രേണിയിൽ ആ ഒരു ചോദ്യം കുറച്ച് സമയം എടുക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ബാക്കിയെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. എല്ലാം തന്നെ ചെയ്തു പഠിക്കണം കേട്ടോ. ഇന്ന് ഏത് പരീക്ഷ വന്നാലും അതിലെ കണക്കു ചോദ്യങ്ങൾ ചെയ്തങ്ങ് ശീലിക്കുക. അത് ചെയ്യും തോറും നമുക്ക് മാത്സിനുള്ള പേടി തന്നെത്താനെ മാറി വരും. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ തന്നെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുത്താം. അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.